ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾക്ക് വളരെ വേഗത്തിൽ നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡാണിത്. സൈഡൊക്കെ നല്ല മുരിങ്ങും നടുഭാഗം നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പമാണിത്. ഞാനിവിടെ ഒരു 2.25 കപ്പ് പച്ചരി നന്നായി കഴുകി 6 മണിക്കൂർ കുതിർത്ത് എടുത്തു വച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് പച്ചരി അരച്ചെടുക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് അരിയിട്ട് കൊടുക്കാം. നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു. 1/2 ടീസ്പൂണോളം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 കപ്പോളം വെള്ളവും ചേർത്ത് ഞാനിത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ച മാവ് ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് തേങ്ങയും ചോറും കൂടി അരച്ചെടുക്കാം. തേങ്ങ എടുക്കുമ്പോൾ നല്ല പച്ചത്തേങ്ങ എടുക്കുന്നതാണ് അപ്പത്തിന് നല്ല രുചി കിട്ടുന്നത്. ഞാൻ 1.25 കപ്പ് തേങ്ങയും ഒരു 1/2 കപ്പ് ചോറും കൂടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് അരച്ചെടുക്കാം. നമുക്ക് കൂടുതൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ തേങ്ങ അരയാതിരിക്കും. അതുകൊണ്ട് ആദ്യം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് അരയ്ക്കുക. അതിനുശേഷം നമ്മൾ 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. അത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കൈകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞത് ഇതാണ്. ഞാൻ തേങ്ങ അരച്ചപ്പോൾ ആകെ 2 കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി അതുകൊണ്ട് നമുക്ക് വീണ്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. എല്ലാം കറക്റ്റ് പരുവമാണ്. മാവ് ഫെർമെൻറ്റേഷന് വേണ്ടി ഒരു 5 മണിക്കൂർ മാറ്റി വയ്ക്കാം. മാവ് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. അപ്പം ചുടാനായിട്ട് സ്റ്റൗവിൽ അപ്പച്ചട്ടി വെച്ച് നന്നായി ചൂടായി കഴിയുമ്പോൾ ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ചുറ്റിച്ചു കൊടുക്കാം. ചട്ടി അടച്ചു വെച്ച് സൈഡൊക്കെ മുരിങ്ങി വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. സൈഡൊക്കെ മുരിങ്ങി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അഞ്ച് മണിക്കൂർ കഴിഞ്ഞ് മാവ് ചുട്ടെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പുളിപ്പില്ലാത്ത നല്ല അപ്പം കിട്ടും. മാവ് അരച്ച് രാത്രിയിലാണ് വയ്ക്കുന്നതെങ്കിൽ നമ്മൾ ഐസ് വാട്ടറിൽ അരച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം തേങ്ങയും ചോറും എല്ലാം കൂടെ ഒരുമിച്ച് അരയ്ക്കുമ്പോഴത്തേക്ക് 3 മണിക്കൂറാകുമ്പോൾ ചെറുതായി പുളിപ്പ് വരാൻ സാധ്യതയുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.